ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ തേക്കടി ട്രിപ്പ്. ഇത് ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ഇയർ പോയ ട്രിപ്പാണ്. പിന്നെ അപ്ലോഡ് ചെയ്യാൻ ഒരല്പം ലേറ്റായി. ആലുവയിൽ നിന്നും പെരുമ്പാവൂർ, കോതമംഗലം, നേര്യമംഗലം, കട്ടപ്പന, കുമളി റൂട്ടാണ് ഞങ്ങൾ പിടിച്ചത്. ആലുവ, മൂവാറ്റുപുഴ വഴിയും കട്ടപ്പന എത്താവുന്നതാണ്. പിന്നെ ആലുവയിൽ നിന്ന് പോകുമ്പോൾ വേറെ ഏതെങ്കിലും ബെസ്റ്റ് റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഒരു കമൻറ്റ് കോളത്തിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഞാൻ ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്താണ് പോയത്. ആലുവ ടു കുമളി ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പോകുന്ന വഴിക്ക് നമുക്ക് മനസ്സിലായി ഫുള്ളായിട്ട് ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്യാതെ ഓരോ ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെയുള്ള ലോക്കൽസിൻ്റെ അടുത്ത് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് പറയുന്നതിനെക്കാട്ടി ബെറ്റർ, ഫാസ്റ്ററായിട്ടുള്ള റൂട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഫുള്ളായിട്ട് ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്യാതെ നമ്മളൊരു ജംഗ്ഷനിലൊക്കെ എത്തിയിട്ട് അവിടെ ഉള്ളവരടുത്ത് ചോദിച്ച് ഫാസ്റ്റസ്റ്റ് റൂട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. തീർച്ചയായും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണിത്. നേര്യമംഗലത്ത് നിന്നും ഇടുക്കി റൂട്ടിലേക്ക് നമ്മൾ തിരിയുന്നത് മുതൽ മനോഹരമായ മലഞ്ചെരുവിലൂടെയുള്ളൊരു യാത്ര, സൈഡിലൂടെ പെരിയാറിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഉള്ളൊരു യാത്ര തികച്ചും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകൾ കാണാമെന്നല്ലാതെ ഇവിടം തീരെ ജനവാസം കുറവായിട്ടാണ് തോന്നിയത്. തീരെ വിജനമായ ഒരു വഴിയായതുകൊണ്ട് തന്നെ രാത്രി യാത്രയ്ക്ക് അനുയോജ്യമായ റൂട്ടാണോ എന്ന കാര്യം എനിക്കറിയില്ല. ഈ റൂട്ട് പോയി നല്ല പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ പാണംകുട്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. അവിടെ വെച്ച് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരു വ്യക്തിയെ കണ്ടുമുട്ടി. മലയാള സിനിമയുടെ സ്ഥിര സാന്നിധ്യമായി മാറിക്കഴിഞ്ഞ തൻ്റെതായ ഒരിടം മലയാള സിനിമയിൽ ഉറപ്പിച്ച തൊമ്മൻ മാങ്കുവ അദ്ദേഹമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അദ്ദേഹം എന്തോ ആവശ്യത്തിനായി എറണാകുളം വരെ പോകാൻ ബസ് കാത്ത് നിൽക്കുകയാണ്. അദ്ദേഹമാണ് ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്യേണ്ടതെന്നും കട്ടപ്പന ഹൈവേ വഴി പോകുന്നതാണ് എളുപ്പമെന്നും നമുക്ക് അഡ്വൈസ് ചെയ്തു തന്നത്. ഗൂഗിൾ മാപ്പിൽ കാണുന്നത് ചെറിയ വഴിയാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ക്സ് ടു തൊമ്മൻ മാങ്കുവ ഫോർ യുവർ അഡ്വൈസ്. നമ്മളിപ്പോൾ ചെറുതോണി ടൗൺ അഥവാ ഇടുക്കി ടൗൺഷിപ്പ് ക്രോസ് ചെയ്യാണ്. 2018 പ്രളയത്തിൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിനു മുന്നിലൂടെ കയ്യിലൊരു കുഞ്ഞുമായി ഓടുന്ന ഓഫീസറെ നമ്മളെല്ലാം കണ്ടതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ ശ്വാസം അടക്കി പിടിച്ച് കണ്ട കാഴ്ചയായിരുന്നു അത്. അതിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തത്. അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് വഴിയിൽ ഈ സ്പോട്ട് കിട്ടിയത്. ഇത് മഹേഷിൻ്റെ പ്രതികാരം മൂവിയിലെ ലാസ്റ്റ് ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്ത ആ ഗ്രൗണ്ട് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കമോണ്ടർ മഹേഷ് എന്ന ആ മൂവിയിലെ ഡയലോഗ് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എൻ്റെ പുറകിൽ കാണുന്നതാണ് കുറുവൻ കുറുത്തി മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഇടുക്കി ആർച്ച് ഡാം. വൈഫും പിള്ളേരും പല പോസിലുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഇടുക്കി ആർച്ച് ഡാമിൻ്റെയും പ്രാന്തപ്രദേശങ്ങളുടെയും മനോഹരമായ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ട് കൂടിയും കിട്ടി. ഉച്ചക്ക് 12 മണിയോട് കൂടി നമ്മൾ കട്ടപ്പന ടൗൺ ക്രോസ് ചെയ്തു. കട്ടപ്പനയിൽ നിന്നും കുമളിയിലേക്കുള്ള യാത്രാമധ്യേ റോഡിനിരുവശവും നിറയെ ഏലത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സ്പൈസ് ഗാർഡൻസും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഉച്ചഭക്ഷണം നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒരു
1:30 നമ്മൾ കുമളി ടൗണിലെത്തി. കുമളി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള വഴിയിലൂടെ ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ പെരിയാർ ടൈഗർ റിസർവെയറിലെത്താം. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത് KTDCയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവറ്റ് കാറുമായിട്ട് ടൈഗർ റിസർവറിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. KTDC ബുക്കിംഗ് ഇല്ലാത്തവർ, പുറത്ത് ബുക്കിംഗ് ചെയ്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈഗർ റിസർവറിൻ്റെ അകത്തേക്ക് പേഴ്സണൽ കാറായിട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് അതിൻ്റെ ടൈഗർ റിസർവറിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ കാറ് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. KTDC റൂം ബുക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ചെക്ക് പോസ്റ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ചെക്ക് പോസ്റ്റിൽ KTDC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്കിംഗ് റെഫറൻസ് വെച്ചിട്ട് അവർ നമ്മളെ അകത്തേക്ക് കയറ്റിവിടും. ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടെങ്കിലും നമ്മൾ ടൈഗർ റിസർവറിൻ്റെ അകത്ത് കയറാനായിട്ട് സെപ്പറേറ്റ് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് എൻട്രി ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ബോട്ടിങ്ങിന് വേണ്ടി മാത്രം വരുന്നവർ തേക്കടിയിലുള്ള പെരിയാർ റിസർവേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ ബസ്സിലാണ് വരാൻ പറ്റുള്ളൂ. 75 രൂപയാണ് അവിടെ പാർക്കിംഗ് ഫീ ആയിട്ട് ഈടാക്കുന്നത്. പാർക്കിംഗ് ഫീ ആൻഡ് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. പ്രൈവറ്റ് വെഹിക്കിൾസ് അകത്തേക്ക് കയറ്റിവിടില്ല. ടൈഗർ റിസർവറിൻ്റെ ടിക്കറ്റായിട്ട് നമ്മൾ എൻട്രി ടിക്കറ്റായിട്ട് അകത്ത് വന്നു കഴിഞ്ഞാലാണ് ബോട്ടിംഗ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കിട്ടുള്ളൂ. ടൈഗർ റിസർവിൻ്റെ എൻട്രിയിൽ നിന്നും വനത്തിലൂടെ ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം KTDC ഹോട്ടലിലെത്താൻ. ആനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷം അവർ പ്രവേശനം അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് മാക്സിമം 5 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ റിസർവറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിക്കണം. KTDCയുടെ പെരിയാർ ഹൗസിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത്. അല്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അക്കോമഡേഷനാണ് KTDCയുടെ പെരിയാർ ഹൗസ്. ആര്യന്യ നിവാസ്, ലേക്ക് പാലസ് എന്നീ ഹോട്ടലിൽ കൂടെ KTDCക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഈ കാണുന്ന ബസ്സിലാണ് ബോട്ടിങ്ങിന് വരുന്ന ടൂറിസ്റ്റിനെ റിസർവറിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഒരു 2 മണിയോട് കൂടി ഞങ്ങൾ ഹോട്ടലിലെത്തി. നല്ല വാം വെൽക്കമിങ് തന്നെ ആയിരുന്നു. വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്. അവർ തന്നെ നമുക്ക് 3 മണിക്കുള്ള ബോട്ടിങ്ങിനുള്ള ടിക്കറ്റെല്ലാം എടുത്തു തന്നു. ചെക്കിങ് ചെയ്ത് നമ്മൾ റൂമിൽ കയറി. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം. ബാത്റൂമെല്ലാം നല്ല ക്ലീൻ ആയിരുന്നു. ഗൂഗിൾ റിവ്യൂസിൽ ചില നെഗറ്റീവ് കമൻസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചു എന്ന് വേണം പറയാൻ. ഗുഡ് ഹോസ്പിറ്റാലിറ്റി. കുരങ്ങന്മാരുടെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഡോറ് ക്ലോസ് ചെയ്തിടണമെന്ന് അവർ പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് ഒരു 2:30 കൂടി ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് ഇറങ്ങി. കാറ് കൊണ്ടുപോയി ആര്യന്യ നിവാസിൻ്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തോളാം ഞങ്ങളുടെ അടുത്ത് KTDC സ്റ്റാഫ് പറഞ്ഞെങ്കിൽ കൂടിയും നമ്മൾ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ തീരുമാനിച്ചു. ഒരു 15 to 20 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ബോട്ടിംഗ് പോയിൻ്റ് വരെ. ഇതാണ് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടർ.
ബോട്ടിങ്ങിൻ്റെ ടൈമിംഗ് ആൻഡ് ടിക്കറ്റ് റേറ്റ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മുതിർന്നവർക്ക് 255 രൂപയും 11 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 85 രൂപയാണ് നിരക്ക്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ്. ബോട്ടിങ്ങിനുള്ള വെയിറ്റിംഗ് ഏരിയയിൽ നമുക്ക് വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്സും കാണാം. അവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ്. അവിടെ തന്നെ ബൈനോക്കുലർ വാടകയ്ക്ക് കൊടുക്കുന്നതും കാണാം. ബൈനോക്കുലർ റെൻറ്റിന് എടുക്കുന്നത് ഒരു വളരെ നല്ല കാര്യമായിരിക്കും. മൃഗങ്ങളുടെ അടുത്ത് കാണുന്നതിനായി ബൈനോക്കുലർ റെൻറ്റിന് എടുക്കാമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. സമയം 3 മണി കഴിഞ്ഞു. ഞങ്ങൾ ബോട്ടിങ്ങിനായി വെയിറ്റ് ചെയ്യുന്നു. വീക്ക് ആയിട്ട് കൂടി നല്ല തിരക്കുണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ്. കുരങ്ങ് ശല്യം നന്നായിട്ട് തന്നെയുണ്ട്. ആളുകളുടെ തലയിലേക്ക് ചാടിയും കയ്യിലെ കവറുകൾ തട്ടിപ്പറിച്ചും അവരങ്ങനെ വലിച്ച് നടക്കുന്നതായി കാണാം. ബോട്ടിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റ് ഓപ്പണായി. പെരിയാർ, വനജ്യോത്സ്ന, ജലരാജ, ജലയാത്ര, ജലജ്യോതി എന്നീ ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ടിക്കറ്റിൽ തന്നെ നമുക്കിരിക്കാനുള്ള സീറ്റ് നമ്പേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ആണ് ബോട്ടിലെ ക്രൂ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തു തരുന്നത്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പ്രത്യേകം നന്ദി പറയേണ്ടത് KTDC സ്റ്റാഫിനോടാണ്. നമുക്ക് അവർ അപ്പർ ഡെക്കിൽ ഏറ്റവും ഫ്രണ്ട് റോയിലുള്ള സീറ്റ് തന്നെ ബുക്ക് ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കിട്ടി. സോ താങ്ക്സ് ടു KTDC. 3:30 ബോട്ട് യാത്ര ആരംഭിച്ചു. കാടിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ മൃഗങ്ങളെയും കാത്ത് ആകാംക്ഷയോടെ ഇരുന്നു. കാട്ടിൽ നിന്നും പലതരത്തിലുള്ള പക്ഷികളുടെയും ശബ്ദം ഉയരുന്നുണ്ട്. തടാകത്തിൽ നിറയെ മരക്കുറ്റികൾ കാണാം. മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിന് മുമ്പ് ഇവിടെയെല്ലാം വനപ്രദേശമായിരുന്നു. ഡാം പണിതതിന് ശേഷം ഈ ഭാഗം വെള്ളത്തിനടിയിലായി. അന്ന് ഉണ്ടായിരുന്ന മരത്തിൽ ചിലത് ഇപ്പോഴും തടി മാത്രമായി നിൽക്കുകയാണ്. ബോട്ടിലെ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ച് തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അവർ ടൂറിസ്റ്റിന് ഫോട്ടോസ് എല്ലാം എടുത്തു കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബോട്ടിലെ ക്രൂ മെമ്പേഴ്സ് മൃഗങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കാണാം. ബൈസൺ, മാൻ, ആന, കാട്ടുപന്നി എന്നിവയാണ് ഇവിടെ മെയിനായിട്ട് സ്പോട്ട് ചെയ്യാറുള്ളത്. 2 മാസം മുമ്പ് ടൈഗറിനെ സ്പോട്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തടാകത്തിൽ നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതിനാൽ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും നമ്മൾ തീർച്ചയായും കയ്യിൽ കരുതേണ്ടതുണ്ട്. ദൂരെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബൈസൺ, കാട്ടുപന്നി, ആന എന്നിവയെ നമുക്ക് കാണാൻ സാധിക്കും. ബൈനോക്കുലറിൻ്റെ ആവശ്യകത ശരിക്കും മനസ്സിലായത് ഇപ്പോഴാണ്.
KTDCയുടെ ഉടമസ്ഥതയിലുള്ള ലേക്ക് പാലസ് ഹോട്ടലാണ് നമ്മൾ കാണുന്നത്. ബോട്ടിലൂടെ മാത്രമാണ് നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നത്. 5 മണിയോടുകൂടി ഞങ്ങൾ ബോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. തീർച്ചയായും ഒരിക്കൽ വിസിറ്റ് ചെയ്യേണ്ട ഇടം തന്നെയാണ് തേക്കടി ബോട്ടിംഗ്. തിരിച്ചു പോകാൻ ബസ് വെയിറ്റ് ചെയ്യുന്ന ഏരിയയാണിത്. ഇവിടെ KTCയുടെ ടൂറിസ്റ്റിനായുള്ള ഡിഫറെൻറ്റ് പാക്കേജസും അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തി. ഹോട്ടലിന് മുമ്പിലുള്ള കിഡ്സ് പ്ലേയിങ് ഏരിയയിൽ കുറച്ചു നേരം സമയം ചെലവഴിച്ചു. വളരെ മനോഹരമായി തന്നെ പാർക്കും പരിസരവും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അവിടുത്തെ ജീവനക്കാർ ഞങ്ങളെ മുള്ളൻപന്നിയെ കാണിച്ചു തന്നു. മുള്ളൻപന്നി അവിടുത്തെ സ്ഥിരം വിസിറ്ററാണത്രേ. അവർ അതിന് ഭക്ഷണമെല്ലാം കൊടുക്കാറുണ്ട്. രാവിലെ 10 മണിയോടുകൂടി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. നഗരത്തിലെ തിരക്കുകളിൽ നിന്നുമെല്ലാം ഒഴിവായി 2 ദിവസം തീർച്ചയായും നമ്മളിവിടെ വന്ന് താമസിക്കണം. ഒരിക്കൽ കൂടെ ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ യാത്ര തിരിച്ചു. അടുത്തതായി തേക്കടിയിലെ ഫാമിലാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. ഫാം വിസിറ്റ് പ്ലാനില്ലായിരുന്നു എങ്കിലും ടൈഗർ റിസർവിലെ സ്റ്റാഫിൻ്റെ അഡ്വൈസ് പ്രകാരം ഇവിടം വിസിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതുപോലുള്ള ഒരുപാട് ഫാംസ് നമുക്ക് തേക്കടിയിൽ കാണാൻ സാധിക്കും. ചിലയിടത്ത് എൻട്രി ഫീ ഉണ്ട്. ഇവിടെ KTDC ബുക്ക് ചെയ്തതുകൊണ്ട് എൻട്രി ഫ്രീ ആണെന്ന് ആണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ 50 രൂപ എൻട്രി ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറേ ആയുർവേദിക് പ്ലാന്റ്സ് ഉണ്ട്. ആയുർവേദിക് പ്രൊഡക്ട്സ് വിൽക്കുന്ന ഒരു ഷോപ്പ് കൂടെ ഈ ഫാമിലുണ്ട്. ആവശ്യമുള്ള പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഫാമിൽ നിന്നും ഇറങ്ങി നേരെ റോസ് പാർക്കിലേക്കാണ് ഞങ്ങൾ പോയത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസ് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. എൻട്രി ഫീ 120 രൂപയാണ്. ഓരോ റൈഡ്സിനും അഡീഷണൽ പ്രൈസാണ്. കോംബോ ഓഫറും അവൈലബിൾ ആണ്. ഞങ്ങൾ 600 രൂപയുടെ ഒരു കോംബോ ഓഫറാണ് എടുത്തത്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണിത്. കിഡ്സ് വളരെ എൻജോയ് ചെയ്തു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് റോസ് പാർക്ക്. കടത്തനാടൻ കളരി, എലിഫന്റ് ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളും തേക്കടിയുടെ മസ്റ്റ് വിസിറ്റ് പ്ലേസസ് തന്നെയാണ്. സമയപരിമിതി മൂലം ഈ പ്ലേസസ് എല്ലാം ഞങ്ങൾ സ്കിപ്പ് ചെയ്യുകയായിരുന്നു. പാർക്കിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് അവിടെ നിന്നും ഭക്ഷണം കഴിക്കാവുന്നതാണ്. പൂ പറിച്ചാൽ 500 രൂപ ഫൈൻ ഉണ്ടെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്.
ഈ കുതിര സഫാരി ഇവിടുത്തെ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. കുട്ടികൾ കുതിരപ്പുറത്ത് ഒരു സവാരിയൊക്കെ നടത്തി. ഹോഴ്സ് റൈഡിംഗ് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. അതിനാൽ എക്സ്ട്രാ 100 രൂപ കൊടുത്താൽ കുതിര സവാരി നടത്താവുന്നതാണ്. പാരൻസും കയാക്കിംഗ് എല്ലാം നന്നായി എൻജോയ് ചെയ്തു. ഹോട്ടലിൽ ബില്ലടക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അർഹ അവിടെ അരി ആട്ടുന്നുണ്ടായിരുന്നു. സ്കൈ സൈക്ലിംഗ് എനിക്ക് കുറച്ച് ടഫായിരുന്നു. താഴെ വീഴുമോ എന്ന് ചെറിയ പേടിയൊക്കെ തോന്നി. എന്നാൽ മറ്റു ചില കുട്ടികൾ വളരെ ഈസിയായി ചെയ്യുന്നതും കണ്ടു. ഞങ്ങൾ ഉച്ചയ്ക്കാണ് അവിടെ ചെന്നത് എങ്കിലും ചൂട് തീരെ അനുഭവപ്പെട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അർഹയുടെയും സെയിമിൻ്റെയും ഡ്രൈവിംഗ് സ്കില്ലിൻ്റെ ഷോ ഓഫായിരുന്നു നെക്സ്റ്റ്. അവർ രണ്ടുപേരും ഇലക്ട്രിക് കാർ നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു 2 മണിയോട് കൂടി ഞങ്ങൾ റോസ് ഗാർഡനിൽ നിന്നും ഇറങ്ങി കുമളി ടൗണിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചു. തമിഴ്നാട്ടിലെ തേനി റൂട്ടിലുള്ള ഗ്രേപ്സ് ഫാം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിറയെ തോട്ടങ്ങളും ഫ്രഷ് ഫ്രൂട്ട്സ് വിൽക്കുന്ന ചെറിയ ചെറിയ കടകളും കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു റൂട്ട് തന്നെയാണ് കുമളി തേനി റൂട്ട്. ഫസ്റ്റ് ഡേ ആണ് ഗ്രേപ്സ് ഫാം വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തതെങ്കിലും സമയപരിമിതി മൂലം സെക്കൻഡ് ഡേയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ അത് വളരെ ഒരു നല്ല തീരുമാനമായിരുന്നു എന്ന് പിന്നീട് തോന്നി. തേക്കടി വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഈ ഗ്രേപ്സ് ഫാംസ്. ഈവനിങ്ങിലാണ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം. ചെറിയ പച്ച മുന്തിരികളാണ് നമ്മളെ ആദ്യം വരവേൽക്കുന്നത്. പിന്നെ പഴുത്ത പാകമായ തോട്ടത്തിലേക്കും പ്രവേശിക്കാം. ഫാം വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഫോട്ടോസ് എടുക്കാൻ ഒക്കെ പാകത്തിന് ചെയറൊക്കെ ഇട്ട് അവർ ഫാം ഒരുക്കി വച്ചിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ ഫ്രഷ് ജ്യൂസ് ഒക്കെ വാങ്ങി കുടിച്ചു.
ഗ്രേപ്സ് പറിക്കാൻ നമുക്ക് അനുവാദമില്ല, പറിച്ചാൽ 500 റുപ്പീസ് ഫൈൻ എന്ന ബോർഡും അവർ വച്ചിട്ടുണ്ട്. ഫാമിൽ തന്നെ ഫ്രഷ് ഗ്രേപ്സ് ആൻഡ് വൈൻസ് എല്ലാം വിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്നും ആവശ്യമുള്ളത് വാങ്ങിക്കാവുന്നതാണ്. ഞങ്ങൾ കുറച്ച് ഗ്രേപ്സും നോൺ ആൽക്കഹോളിക് വൈനും വാങ്ങിച്ചു. നല്ല മധുരമുള്ള ഗ്രേപ്സ് തന്നെയായിരുന്നു. നാല് 30 കൂടി ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചു തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ഇതുവരെ പോയതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു ഈ തേക്കടി യാത്ര. വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും നന്ദി. ആദ്യമായി ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോസിലെല്ലാം ക്ലിയർ ചെയ്യാം എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.